श्री के.टी. जलील अंगेക്ക് 12 मिनट सर, वो जमाना खत्म हो गया, अभी इधर अंडरवर्ल्ड नहीं है, वो अंडरवर्ल्ड केरला में है. സർ, ഗജകേസരി യോഗം എന്ന സിനിമയിൽ ആനയെ അനുസരിപ്പിക്കാൻ ഇന്നസെന്റിനെയും KPSC ലളിതയെയും മുകേഷ് നമ്മളുടെ സഭയിലെ അംഗവും കൂടിയാണ്, അദ്ദേഹം ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. മുകേഷ് പഠിപ്പിച്ചു കൊടുത്ത ഹിന്ദിയിലെ വാചകങ്ങളല്ല ഞാനിവിടെ പറഞ്ഞത്. സാർ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ സഭയിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമായിരുന്നു അത്. ആരായിരുന്നു അത് ഉയർത്തിയത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ എന്നെ നെല്ലിക്കുന്നു എന്ന് പറയുന്ന എനിക്കേറെ സ്നേഹ ബഹുമാനങ്ങളുള്ള വ്യക്തി. അദ്ദേഹം ബോംബെയിൽ പോയി. ബോംബെയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു അവിടുത്തെ ആളുകളോട്, ഇവിടെ ഇപ്പോ അധോലോകമൊന്നുമില്ലേ, അണ്ടർവേൾഡ് ഒന്നുമില്ലേ? അപ്പോ അവിടുത്തുകാർ പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. वो जमाना खत्म हो गया, अभी इधर अंडरवर्ल्ड नहीं है, वो अंडरवर्ल्ड കേരള में है. ഇവിടെ ഇപ്പോ അണ്ടർവേൾഡ് ഒന്നും ഇല്ല, അധോലോകക്കാരൊക്കെ കേരളത്തിലേക്ക് പോയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ നെല്ലിക്കുന്നിന്റെ ഈ പ്രസ്താവന കേട്ടപ്പോ അദ്ദേഹം അങ്ങനെ കളവ് പറയുന്ന ആളല്ല, എന്തെങ്കിലും വസ്തുത ഇല്ലാതിരിക്കില്ല എന്ന് ഞാൻ കരുതി. സർ, അന്ന് വൈകുന്നേരം തൊട്ടടുത്ത ദിവസത്തെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കാസർഗോട്ട് പോയി. കാസർഗോട്ട് എന്ന് അവിടുത്തെ പത്രം നോക്കുമ്പോഴാണ് നെല്ലിക്കുന്ന് പറഞ്ഞതിന്റെ സത്യാവസ്ഥ എനിക്ക് ബോധ്യമായത്. സാർ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ നേതാവുമായ മുജീബ് കമ്പാർ, അദ്ദേഹം നിധിശേഖരം അന്വേഷിച്ച് ഒരു കിണറ്റിലിറങ്ങി കുഴിച്ചു, അദ്ദേഹത്തെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പത്രത്തിൽ എനിക്ക് വായിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ നെല്ലിക്കുന്നിന് സത്യത്തിൽ വിവരം കിട്ടിയിരുന്നു, ആരൊക്കെയോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ വന്നവര് ആരായിരുന്നു എന്ന് എനിക്ക് കാസർഗോട്ട് എന്ന് അവിടുത്തെ പത്രം നോക്കിയപ്പോ മനസ്സിലായി. സർ, മുജീബ് കമ്പാർ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു കിണറ്റിലാണ് ഇറങ്ങിയത്. കിണറ്റിലിറങ്ങിയിട്ട് അവിടുന്ന് ഈ അണ്ടർവേൾഡിനെ പിടിക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇവിടെ മാത്രം നടന്നിട്ടുള്ള സംഭവമാണ്. സാർ, ഇതാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജൽപ്പനങ്ങളുടെ നിജസ്ഥിതി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. സാർ, നമ്മുടെ സംസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? സാർ, എന്താണ്